സ്വാഗതം. നമ്മൾ ഇന്ന് കസ്റ്റംസ് നിയമത്തിലെ കുറച്ച് വ്യത്യസ്തമായ ഒരു ഭാഗത്തേക്കാണ് നോക്കുന്നത്. നമസ്കാരം. സാധാരണ നിയമ നടപടികളുടെ ആ ഒരു വഴിയല്ല ഇത്, അല്ലേ? നിങ്ങൾ തന്ന ഈ രേഖകൾ നോക്കുമ്പോൾ കസ്റ്റംസ് നിയമത്തിലെ അധ്യായം 14A, അതായത് കേസുകളുടെ ഒത്തുതീർപ്പ് അഥവാ സെറ്റിൽമെന്റ് ഓഫ് കേസ്. അതെ, സെറ്റിൽമെന്റ് ഓഫ് കേസസ്. ഇതൊരു പ്രത്യേക സംവിധാനമാണ്. അപ്പോൾ സാധാരണ ഈ കസ്റ്റംസ് പ്രശ്നങ്ങളൊക്കെ വന്നാൽ പിന്നെ നീണ്ട അന്വേഷണം, നോട്ടീസ്, കോടതി അങ്ങനെ പോകുമല്ലോ. അതെ അതെ, ആ ഒരു സ്ഥിരം വഴി. അതിനൊരു ബദലാണോ ഇത്? ആർക്കാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി? നമുക്കൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും ഇതൊരു പറഞ്ഞു വരുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടാവുമല്ലോ. അതൊക്കെ സാധാരണ ആ നീണ്ട നടപടിക്രമങ്ങളിലേക്ക് പോകാതെ ചില വ്യവസ്ഥകളൊക്കെ പാലിച്ച് പരിഹരിക്കാൻ ഒരു അവസരം നൽകുകയാണ് ഈ അധ്യായം 14A ചെയ്യുന്നത്. ശരി. ഇതിലെ ഏറ്റവും ആകർഷകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ചിലർക്ക്, അതായത് പൂർണ്ണമായും സത്യസന്ധമായും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നവർക്ക് ചിലപ്പോൾ ഈ പ്രോസിക്യൂഷൻ, പിന്നെ വലിയ പിഴകൾ, ഇതിൽ നിന്നൊക്കെ ഒരു രക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇമ്മ്യൂണിറ്റി? ഓഹോ, അതൊരു വലിയ കാര്യമാണല്ലോ. വലിയ കാര്യമാണ്. പക്ഷെ അതങ്ങോട്ട് കിട്ടാൻ അത്ര എളുപ്പമല്ല. അതിന് അതിൻ്റെതായ വഴികളുണ്ട്. നമുക്ക് വിശദമായി നോക്കാം. അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ, ആർക്കാണ് ഈ ഒരു ഒത്തുതീർപ്പ് സംവിധാനത്തിലേക്ക് വരാൻ പറ്റുക? അതായത് ആരാണ് ഈ അപേക്ഷകൻ അഥവാ ആപ്ലിക്കന്റ് ആകാൻ യോഗ്യൻ? എല്ലാവർക്കും പറ്റില്ല. അതൊരു പ്രധാന പോയിന്റാണ്. ഇറക്കുമതി ചെയ്യുന്ന ആളാവാം ഇമ്പോർട്ടർ, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്ന ആളാവാം എക്സ്പോർട്ടർ. അതുമല്ലെങ്കിൽ കസ്റ്റംസ് നിയമമനുസരിച്ച് ഡ്യൂട്ടിയോ പിഴയോ ഒക്കെ അടയ്ക്കാൻ ബാധ്യതയുള്ള മറ്റേതെങ്കിലും വ്യക്തി. ഇവർക്കൊക്കെ അപേക്ഷിക്കാം. പക്ഷെ പ്രധാന വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കേസിൽ ഒരു അന്തിമ തീരുമാനം, അതായത് അഡ്ജുഡിക്കേഷൻ ഓർഡർ വന്നിട്ടുണ്ടാകരുത്. അതായത് കസ്റ്റംസ് ഓഫീസർ ഒരു ഫൈനൽ ഓർഡർ പാസ്സാക്കുന്നതിന് മുൻപ് അപേക്ഷിക്കണം. അതെ, മുൻപ് തന്നെ അപേക്ഷിച്ചിരിക്കണം. കാര്യങ്ങൾ തീരുമാനമാകുന്നതിന് മുൻപുള്ള സ്റ്റേജ്. ശരി. വേറെന്തെങ്കിലും യോഗ്യതകൾ ഉണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി. ഒന്ന്, നിങ്ങൾക്ക് കസ്റ്റംസ് നിയമത്തിലെ സെക്ഷൻ 28 പ്രകാരം ഒരു ഷോ കോസ് നോട്ടീസ് കിട്ടിയിരിക്കണം. ഷോ കോസ് നോട്ടീസ്, അതായത് എന്തുകൊണ്ട് നടപടി എടുക്കരുത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസ്. അതെ, ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോടൊരു വിശദീകരണം ചോദിച്ചിരിക്കണം. നിയമലംഘനം നടന്നു എന്നവർക്ക് സംശയമുണ്ട് എന്നറിയിച്ചിരിക്കണം. ശരി. രണ്ടാമത്തെ കാര്യമോ? രണ്ടാമത്തേത്, നിങ്ങൾ അധികമായി അടയ്ക്കാൻ സമ്മതിക്കുന്ന, അതായത് നിങ്ങൾ വെളിപ്പെടുത്തുന്ന അധിക ഡ്യൂട്ടി, അതിന്റെ തുക കുറഞ്ഞത് 3 ലക്ഷം രൂപയെങ്കിലും വേണം. 3 ലക്ഷം? അതിൽ കുറവാണെങ്കിൽ പറ്റില്ലേ? ഇല്ല. ചെറിയ തുകകളുടെ കേസുകൾക്ക് ഈ സെറ്റിൽമെന്റ് വഴി സാധാരണഗതിയിൽ ലഭ്യമല്ല. അതെന്താ അങ്ങനെ? ചെറിയ തെറ്റുകൾ പറ്റിയവർക്ക് ഈ അവസരം വേണ്ടേ? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷേ നിയമത്തിന്റെ ഒരു ലക്ഷ്യം കുറച്ചുകൂടി ഗൗരവമുള്ള അല്ലെങ്കിൽ സങ്കീർണമായ കേസുകൾക്ക് ഒരു പരിഹാരം കാണുക എന്നതായിരിക്കാം. ചെറിയ തുകകളാണെങ്കിൽ സാധാരണ അഡ്ജുഡിക്കേഷൻ വഴി തന്നെ പെട്ടെന്ന് തീർപ്പാക്കാൻ പറ്റുമെന്നും, പിന്നെ ഈ സെറ്റിൽമെന്റ് കമ്മീഷന്റെ സമയം കൂടുതൽ പ്രാധാന്യമുള്ള കേസുകൾക്ക് ഉപയോഗിക്കാം എന്നും കരുതിയിട്ടുണ്ടാവാം. മനസ്സിലായി. അപ്പോ ഷോ കോസ് നോട്ടീസ് വേണം, അധിക ഡ്യൂട്ടി 3 ലക്ഷത്തിൽ കുറയരുത്, അന്തിമ ഉത്തരവ് വന്നിട്ടുണ്ടാകരുത്. ശരി. ഇനി എല്ലാത്തരം കേസുകളും ഇതിൽ വരുമോ? ചിലതരം കേസുകൾക്ക് വിലക്കുണ്ടോ? ഉണ്ട്. വിലക്കുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില ഒഴിവാക്കലുകൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണവ? ഒന്ന്, മയക്കുമരുന്ന് കേസുകൾ. NDPS ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഈ സെറ്റിൽമെന്റിന്റെ പരിധിയിൽ വരില്ല. പിന്നെ പൂർണ്ണമായി നിരോധിച്ച സാധനങ്ങൾ, പ്രൊഹിബിറ്റഡ് ഗുഡ്സ് എന്ന് പറയില്ലേ? പറയും. അതുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിലും ഈ വഴി പറ്റില്ല. പിന്നെ വേറൊരു പ്രധാന കാര്യം, സാധനങ്ങളുടെ തരംതിരിക്കൽ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. അതിനെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനം മാത്രമാണ് തർക്കവിഷയമെങ്കിൽ, അതായത് ഈ സാധനം ഏത് ഹെഡിങ്ങിൽ വരും എന്ന നിയമപരമായ ചോദ്യം മാത്രമാണെങ്കിൽ, അതിനും സെറ്റിൽമെന്റ് കമ്മീഷനെ സമീപിക്കാൻ കഴിയില്ല. ശരി. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് കരുതുക. അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. ആ അപേക്ഷയിൽ എന്താണ് ഏറ്റവും പ്രധാനം? എന്ത് വിവരങ്ങളാണ് കമ്മീഷന്റെ മുന്നിൽ വെക്കേണ്ടത്? ഇതാണ് ശരിക്കു പറഞ്ഞാൽ ഈ പ്രോസസ്സിന്റെ കാതൽ. അപേക്ഷകൻ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ, താൻ അതുവരെ കസ്റ്റംസ് അധികാരികളോട് പറയാതിരുന്ന, വെളിപ്പെടുത്താതിരുന്ന ഡ്യൂട്ടി ബാധ്യതയെക്കുറിച്ച് പൂർണ്ണവും സത്യസന്ധവുമായ ഒരു വെളിപ്പെടുത്തൽ നടത്തണം. ഫുൾ ആൻഡ് ട്രൂ ഡിസ്ക്ലോഷർ. പൂർണ്ണവും സത്യസന്ധവും. അതെ. എങ്ങനെയാണ് ഈ ഡ്യൂട്ടി അടയ്ക്കാതെ പോയത്? അതിന്റെ പിന്നിലെ കാര്യങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ വിശദീകരിക്കണം. പിന്നെ
എത്ര രൂപ അധികമായി അടയ്ക്കാൻ തയ്യാറാണ് എന്നും കൃത്യമായി പറയണം. ഇത് വെറുമൊരു കുറ്റസമ്മതം പോലെയാണോ? കുറ്റസമ്മതം എന്നതിലുപരി നടന്ന കാര്യങ്ങൾ പൂർണ്ണമായി തുറന്നു പറയലാണ്. അത് ചിലപ്പോൾ തെറ്റായ ക്ലാസിഫിക്കേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ വില കുറച്ച് കാണിച്ചത് കൊണ്ടാവാം, അല്ലെങ്കിൽ കിട്ടാൻ അർഹതയില്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ ബെനഫിറ്റ് എടുത്തത് കൊണ്ടാവാം. കാരണം എന്തുമാവട്ടെ, അത് സത്യസന്ധമായി പറയണം. ഈ പൂർണ്ണവും സത്യസന്ധവും എന്നത് കേൾക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ ഇത് പ്രായോഗികമായി ഒരു ചെറിയ കാര്യം വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? അതൊരു നിർണായകമായ പോയിന്റാണ്. നിയമം അവിടെ വളരെ കർശനമാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടണം. എല്ലാം? അതെ. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരം മറച്ചുവെച്ചെന്നോ അല്ലെങ്കിൽ തെറ്റായ ഒരു വിവരം കൊടുത്തെന്നോ പിന്നീട് കമ്മീഷന് തോന്നിയാൽ ഈ ഒത്തുതീർപ്പ് ശ്രമം അതോടെ തീരും. ഓഹോ. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുകയും ചെയ്യും. അതുകൊണ്ട് അപേക്ഷ കൊടുക്കും മുൻപ് വളരെ ശ്രദ്ധിക്കണം. എല്ലാം തുറന്നു പറയാൻ തയ്യാറാണോ എന്ന് ഉറപ്പാക്കണം. ഇതൊരു ഹൈ സ്റ്റേക്സ് കാര്യമാണ്. അതായത് സത്യസന്ധതയാണ് ഈ വഴിയുടെ താക്കോലെന്ന് പറയാം. കൃത്യമായി പറഞ്ഞാൽ അതെ. അപ്പോ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നി പിൻവലിക്കാൻ പറ്റുമോ? ഇല്ല. സെക്ഷൻ 127(b)(4) അനുസരിച്ച് ഒരിക്കൽ കൊടുത്ത അപേക്ഷ പിന്നെ പിൻവലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീരുമാനം വളരെ ആലോചിച്ചേ എടുക്കാവൂ. ശരി, അപേക്ഷ കൊടുത്തു. ഇനി കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള നടപടികൾ എന്തൊക്കെയാണ്? അപേക്ഷ കിട്ടിയാൽ കമ്മീഷൻ ആദ്യം ഒരു പ്രാഥമിക നോട്ടം നോക്കും. 7 ദിവസത്തിനുള്ളിൽ അപേക്ഷകന് ഒരു നോട്ടീസ് കൊടുക്കും. എന്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾ പരിഗണിക്കണം എന്ന് പറയാൻ ആവശ്യപ്പെടും. ഓക്കെ. വിശദീകരണം കിട്ടിയ ശേഷം ഒരു 14 ദിവസത്തിനുള്ളിൽ കമ്മീഷൻ ഒരു തീരുമാനമെടുക്കും. ഈ അപേക്ഷയുമായി മുന്നോട്ടു പോണോ അതോ ഇത് തള്ളിക്കളയണോ എന്ന്. ഈ 14 ദിവസത്തിനുള്ളിൽ തീരുമാനം വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിൽ അപേക്ഷ സ്വീകരിച്ചതായി കണക്കാക്കൂ. ഡീംഡ് ടു ബി അലൗഡ്. ഓ, അങ്ങനെയുണ്ടല്ലേ. ശരി, മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ കമ്മീഷൻ ബന്ധപ്പെട്ട കസ്റ്റംസ് കമ്മീഷണർ ഉണ്ടാവല്ലോ, പ്രിൻസിപ്പൽ കമ്മീഷണറോ കമ്മീഷണറോ, അവരോട് പറയും ഈ കേസിനെ പറ്റി ഒരു റിപ്പോർട്ട് തരണം. എല്ലാ രേഖകളും വിവരങ്ങളും വെച്ച് 30 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ് നിയമം. കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിലോ? താമസിപ്പിച്ചാലോ? കമ്മീഷണർ റിപ്പോർട്ട് തന്നില്ലെങ്കിലും അല്ലെങ്കിൽ താമസിപ്പിച്ചാലും കമ്മീഷന് നടപടികളുമായി മുന്നോട്ടു പോകാം. റിപ്പോർട്ട് കിട്ടാൻ കാത്തു നിൽക്കണം എന്നില്ല. അപ്പോ കമ്മീഷന് സ്വന്തമായി അന്വേഷിക്കാൻ പറ്റുമോ? പറ്റും. ആവശ്യമെങ്കിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് തോന്നിയാൽ കമ്മീഷന് അവരുടെ സ്വന്തം ഒരു ഇൻവെസ്റ്റിഗേഷൻ വിങ്ങുണ്ട്, കമ്മീഷണർ ഇൻവെസ്റ്റിഗേഷൻ. അവരെക്കൊണ്ട് അന്വേഷിപ്പിക്കാം. അവർ 90 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം. ഈ കമ്മീഷണറുടെ റിപ്പോർട്ടും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും ഒക്കെ അപേക്ഷകന് കാണാൻ കിട്ടുമോ? തനിക്കെതിരെ എന്താണ് റിപ്പോർട്ടിൽ നിന്ന് അറിയണ്ടേ? സാധാരണഗതിയിൽ ഈ റിപ്പോർട്ടുകൾ രഹസ്യ സ്വഭാവമുള്ളതാണ്, കോൺഫിഡൻഷ്യൽ. അപേക്ഷകനത് കിട്ടണമെന്നില്ല. പിന്നെങ്ങനെ മറുപടി പറയും? പക്ഷേ നീതി ഉറപ്പാക്കണ്ടേ? അപ്പോ റിപ്പോർട്ടിൽ അപേക്ഷകനെതിരായി എന്തെങ്കിലും കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ അവസരം കൊടുക്കണം. അതിനുവേണ്ടി ആ റിപ്പോർട്ടിന്റെ ബന്ധപ്പെട്ട ഭാഗങ്ങൾ, റെലവന്റ് പോർഷൻസ് അപേക്ഷകന് നൽകാൻ കമ്മീഷന് തീരുമാനിക്കാം. ഇത് സ്വാഭാവിക നീതിയുടെ ഭാഗമാണ്. ശരി, അപ്പോ ഈ റിപ്പോർട്ടുകളായി അപേക്ഷകന്റെ വാദങ്ങളായി ഇതെല്ലാം കേട്ട ശേഷം കമ്മീഷൻ എങ്ങനെയാണ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുന്നത്? കമ്മീഷൻ ഈ കിട്ടിയ റിപ്പോർട്ടുകൾ, അപേക്ഷകൻ നൽകിയ വിവരങ്ങൾ, മറ്റു തെളിവുകളൊക്കെ വിശദമായി പരിശോധിക്കും. അപേക്ഷകനെയും ബന്ധപ്പെട്ട കസ്റ്റംസ് കമ്മീഷണറെയും കേൾക്കും. അവരുടെ വാദങ്ങൾ പരിഗണിക്കും. അതിനുശേഷം കമ്മീഷൻ ഒരു ഒത്തുതീർപ്പ് ഉത്തരവ്, സെറ്റിൽമെന്റ് ഓർഡർ പുറപ്പെടുവിക്കും. ആ ഉത്തരവിൽ എന്തൊക്കെയുണ്ടാവും? അതിൽ എല്ലാം വ്യക്തമായി പറയും. എത്ര രൂപ ഡ്യൂട്ടി അടയ്ക്കണം, പലിശ എത്ര, വല്ല പിഴയോ ഫൈനോ അടയ്ക്കാനുണ്ടെങ്കിൽ അതെത്ര, പിന്നെ ആ പ്രധാനപ്പെട്ട കാര്യം ഇമ്മ്യൂണിറ്റി. അതെ, ശിക്ഷാ നടപടികളിൽ നിന്ന് എന്തെങ്കിലും ഇളവ് കൊടുക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്തു വ്യവസ്ഥകളോടെയാണ് ആ ഇളവ്, പണം എപ്പോൾ എങ്ങനെ അടയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം ആ ഉത്തരവിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കമ്മീഷൻ തീരുമാനിക്കുന്ന ഡ്യൂട്ടി തുക അപേക്ഷകൻ ആദ്യം പറഞ്ഞ തുകയേക്കാൾ കുറയാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതൊരു പ്രധാന വ്യവസ്ഥയാണ്. കമ്മീഷന്റെ ഉത്തരവിലെ ഡ്യൂട്ടി തുക അപേക്ഷകൻ തന്റെ അപേക്ഷയിൽ വെളിപ്പെടുത്തിയതും അടയ്ക്കാൻ സമ്മതിച്ചതുമായ അധിക ഡ്യൂട്ടി തുകയേക്കാൾ കുറവായിരിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ കുറയില്ല, കൂടാനേ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അതുതന്നെയാവാം. അതെ.
ഈ അന്തിമ ഉത്തരവ് വരാൻ വല്ല സമയപരിധിയുണ്ടോ? അതോ കമ്മീഷൻ ഇഷ്ടം പോലെ സമയമെടുക്കാമോ? ഇല്ലല്ല, കൃത്യമായ സമയപരിധിയുണ്ട്. അത് വളരെ പ്രധാനമാണ്. അപേക്ഷ കൊടുത്ത മാസം അവസാനിക്കുന്ന തീയതി മുതൽ 9 മാസത്തിനുള്ളിൽ കമ്മീഷൻ ഉത്തരവിറക്കണം. 9 മാസം. അതെ. ഇനിയിപ്പം എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ കമ്മീഷന് വേണമെങ്കിൽ ഒരു 3 മാസം കൂടി നീട്ടാം. അതായത് മാക്സിമം 1 വർഷം. ഈ 1 വർഷത്തിനുള്ളിൽ ഉത്തരവ് വന്നില്ലെങ്കിലോ? അതാണ് അടുത്ത പ്രധാന കാര്യം. ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ, അതായത് 9 മാസം അല്ലെങ്കിൽ നീട്ടിയെങ്കിൽ 12 മാസത്തിനുള്ളിൽ ഒരു അന്തിമ ഉത്തരവ് വന്നില്ലെങ്കിൽ ഈ സെറ്റിൽമെന്റ് നടപടികൾ അതോടെ അവസാനിക്കും. അബേറ്റാവും. അബേറ്റാവുക എന്ന് പറഞ്ഞാല്? എന്നുവെച്ചാൽ ആ കേസ് പിന്നെ സെറ്റിൽമെന്റ് കമ്മീഷന്റെ പരിഗണനയിൽ ഉണ്ടാവില്ല. അത് തിരിച്ച് പഴയ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോകും, സാധാരണ അഡ്ജുഡിക്കേഷൻ നടപടികൾക്കായിട്ട്. ഓഹോ, അപ്പോ സമയം ഒരു നിർണായക ഘടകമാണ്. വളരെ നിർണായകം. ശരി, കമ്മീഷൻ ഉത്തരവിട്ടു എന്ന് കരുതുക. അതിൽ പറഞ്ഞ തുക അപേക്ഷകൻ കൃത്യസമയത്ത് അടച്ചില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വന്നാൽ ആ ഒത്തുതീർപ്പുത്തരവ് തന്നെ അസാധുവാകും. ഇറ്റ് ബിക്കംസ് വോയിഡ്. അസാധുവാകും. അതെ, പണം അടച്ചില്ലെങ്കിൽ ആ സെറ്റിൽമെന്റ് ഓർഡർ പിന്നെ നിലനിൽക്കില്ല. അതുവരെ കിട്ടിയ ഇളവുകളോ മറ്റ് ആനുകൂല്യങ്ങളോ ഒക്കെ നഷ്ടപ്പെടും. കേസ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകും. കസ്റ്റംസ് ഉദ്യോഗസ്ഥന് തുടർ നടപടികളുമായി മുന്നോട്ടു പോകാം. മനസ്സിലായി. ഇനി നമുക്ക് ആ ഏറ്റവും ആകർഷകമായ ഭാഗത്തേക്ക് വരാം. ഇളവ്, ഇമ്മ്യൂണിറ്റി. അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. സത്യസന്ധമായി എല്ലാം തുറന്നു പറഞ്ഞാൽ കിട്ടുന്ന ആ സമ്മാനം എന്തൊക്കെയാണ് അതിൽ വരുന്നത്? ഇതാണ് ഈ വഴിയുടെ ഏറ്റവും വലിയൊരു ആകർഷണമെന്ന് പറയാം. അപേക്ഷകൻ പൂർണ്ണമായി സഹകരിച്ചു, എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി വെളിപ്പെടുത്തി എന്ന് കമ്മീഷന് പൂർണ്ണ ബോധ്യം വന്നാൽ അവർക്ക് ചില കാര്യങ്ങളിൽ ഇളവ് കൊടുക്കാൻ അധികാരമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളിൽ? പ്രധാനമായും 3 കാര്യങ്ങൾ. 1, കസ്റ്റംസ് നിയമപ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ, അതായത് ക്രിമിനൽ കേസെടുക്കുന്നത്, അതിൽ നിന്നും ഇളവ് കിട്ടാം. ഓ, അത് വലിയ കാര്യം. പിന്നെ നിയമപ്രകാരം ചുമത്താവുന്ന പിഴകൾ, പെനാൽറ്റീസ്, അതിൽ നിന്നും പൂർണ്ണമായോ ഭാഗികമായോ ഇളവ് കിട്ടാം. 3, സാധനങ്ങൾ കണ്ടുകെട്ടുന്നതിന് പകരമായി അടയ്ക്കേണ്ട ഫൈൻ ഉണ്ടല്ലോ, ഫൈൻ ഇൻ യു ഓഫ് കോൺഫിസ്കേഷൻ, അതിൽ നിന്നും ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡ്യൂട്ടിയും പലിശയും ഒഴുകി ഈ പറയുന്ന പ്രോസിക്യൂഷൻ, പെനാൽറ്റി, ഫൈൻ, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. സാധ്യതയുണ്ട്. പക്ഷെ ഓർക്കണം, ഇത് കമ്മീഷന്റെ വിവേചനാധികാരമാണ്. ഓ, ഉറപ്പില്ല. അപേക്ഷകന്റെ സഹകരണം, സത്യസന്ധത, വെളിപ്പെടുത്തലിന്റെ പൂർണ്ണത, ഇതൊക്കെ നോക്കിയിട്ടേ കമ്മീഷൻ തീരുമാനിക്കൂ. ഇളവ് കൊടുക്കണോ വേണ്ടയോ, കൊടുത്താൽ എത്രത്തോളം കൊടുക്കണമെന്നൊക്കെ. എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ ഇളവ് കിട്ടാതെ വരുമോ? ഒരു പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഏതെങ്കിലും ഒരു കുറ്റത്തിന് പ്രോസിക്യൂഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പ്രത്യേക കുറ്റകൃത്യത്തിന് ഈ ഇളവ് കിട്ടില്ല. ഓക്കെ, മുൻപേ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസിന് ഇളവില്ല. അതെ. ശരി, ഇളവ് കിട്ടിയെന്ന് കരുതുക. എല്ലാം കഴിഞ്ഞു, ഇനി സമാധാനമായി ഇരിക്കാമോ? അതോ ഈ കൊടുത്ത ഇളവ് തിരിച്ചെടുക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? സാധ്യതയുണ്ട്. അതെങ്ങനെ? ഇളവ് കൊടുക്കുന്നത് ചിലപ്പോൾ ചില വ്യവസ്ഥകളോടെയായിരിക്കാം. ആ വ്യവസ്ഥകൾ പിന്നീട് അപേക്ഷകൻ ലംഘിച്ചാൽ, അല്ലെങ്കിൽ അന്ന് സെറ്റിൽമെന്റ് സമയത്ത് കൊടുത്ത ഏതെങ്കിലും മൊഴിയോ തെളിവോ പിന്നീട് കളവാണെന്ന് തെളിഞ്ഞാൽ കമ്മീഷന് അവർ കൊടുത്ത ഇളവ് പിൻവലിക്കാൻ അധികാരമുണ്ട്. അയ്യോ, അപ്പോ വീണ്ടും പഴയപടിയാവോ? പഴയപടിയാവും. ഇളവ് പിൻവലിച്ചാൽ പിന്നെ ആ വ്യക്തിക്കെതിരെ വീണ്ടും പിഴ ചുമത്താനും പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ടു പോകാനും നിയമം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇളവ് കിട്ടിയാലും ആ വ്യവസ്ഥകളൊക്കെ പാലിക്കണം. സത്യസന്ധത അവസാനം വരെ നിലനിർത്തണം. ശരിയാണ്. ഇനി ഈ സെറ്റിൽമെന്റ് കമ്മീഷന്റെ മറ്റ് അധികാരങ്ങൾ എന്തൊക്കെയാണ്? കേസ് നടക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാം? കമ്മീഷൻ ഒരു കേസ് തീർപ്പാക്കാൻ ആവശ്യമായ എല്ലാ അധികാരങ്ങളും നിയമം നൽകുന്നുണ്ട്. അവർക്ക് കസ്റ്റംസ് ഓഫീസർമാരുടെ അധികാരങ്ങളുണ്ട്. തെളിവെടുക്കാം, ആൾക്കാരെ വിളിച്ചുവരുത്തി വിസ്തരിക്കാം, രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം. ഒരു കേസ് കമ്മീഷന്റെ പരിഗണനയിലിരിക്കുമ്പോൾ അതേ വിഷയത്തിൽ മറ്റ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ഇടപെടാൻ പറ്റില്ല. എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷനാണ്. പിന്നെ സർക്കാരിന്റെ വരുമാനം സംരക്ഷിക്കാൻ അത്യാവശ്യമാണെന്ന് തോന്നിയാൽ കേസ് തീർപ്പാക്കുന്നതിനു മുൻപ് തന്നെ അപേക്ഷകന്റെ സ്വത്തുകൾ താൽക്കാലികമായി ജപ്തി ചെയ്യാൻ, അതായത് പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ്, അതിനും കമ്മീഷന് അധികാരമുണ്ട്. സെക്ഷൻ 127D പ്രകാരം. റവന്യൂ സംരക്ഷിക്കാനുള്ള അധികാരവുമുണ്ട്. ഉണ്ട്. ശരി.
ഈ കമ്മീഷന്റെ ഉത്തരവ് വന്നു. അത് അന്തിമമാണോ? അതിനെതിരെ അപ്പീൽ പോകാൻ പറ്റുമോ? സാധാരണ പോലെ കമ്മീഷണർ അപ്പീൽസിനോ ട്രിബ്യൂണലിനോ? സെക്ഷൻ 127J പറയുന്നത് കമ്മീഷന്റെ ഉത്തരവ് കൺക്ലൂസീവ് ആണെന്നാണ്, അതായത് അന്തിമമാണ്. അതിനർത്ഥം സാധാരണ നിലയ്ക്കുള്ള അപ്പീൽ വഴികൾ, അതായത് കമ്മീഷണർ അപ്പീൽസ്, CECSTAT പോലുള്ള ഇടങ്ങളിൽ ഇതിനെതിരെ അപ്പീൽ പോകാൻ സാധിക്കില്ല. അപ്പൊ പിന്നെ വഴിയില്ലേ? സാധാരണ അപ്പീൽ വഴിയില്ല. പക്ഷേ ഭരണഘടനാപരമായ വഴികൾ എപ്പോഴും ഉണ്ടാവാം. അതായത് റിട്ട് ഹർജികളുമായി ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കുന്നത് വേറെ കാര്യം. പക്ഷേ കസ്റ്റംസ് നിയമം നൽകുന്ന സ്റ്റാറ്റ്യൂട്ടറി അപ്പീൽ ഇതിനില്ല. മനസ്സിലായി. ഇനി ഒരാൾ ഒരു തവണ ഈ സെറ്റിൽമെന്റ് വഴി ഉപയോഗിച്ചു, പിന്നീട് അതേ വിഷയത്തിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടായി, വീണ്ടും സെറ്റിൽമെന്റിന് അപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. സെക്ഷൻ 127 അത് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു വിഷയത്തിൽ സെയിം മാറ്റർ ഒരിക്കൽ ഒത്തുതീർപ്പ് നടക്കുകയോ അല്ലെങ്കിൽ അപേക്ഷ തള്ളിപ്പോവുകയോ അല്ലെങ്കിൽ കേസ് തിരികെ അയക്കുകയോ അതുമല്ലെങ്കിൽ അബേറ്റ് ആവുകയോ ചെയ്താൽ പിന്നെ അതേ വിഷയത്തിൽ വീണ്ടും സെറ്റിൽമെന്റിന് അപേക്ഷിക്കാൻ പറ്റില്ല. ബാർ ഓൺ സബ്സിക്വന്റ് ആപ്ലിക്കേഷൻ. ഒരേ വിഷയത്തിൽ ഒരവസരം മാത്രം. അതെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ അധ്യായം 14A എന്നത് കസ്റ്റംസ് നിയമത്തിൽ ഒരു പ്രത്യേക വാതിൽ തുറന്നു തരുന്നു. തീർച്ചയായും. തർക്കങ്ങളിൽ പെട്ടുപോയവർക്ക് ഒരുപക്ഷെ നീണ്ട നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി. പക്ഷെ ആ വഴിയിലൂടെ പോകണമെങ്കിൽ കർശനമായ വ്യവസ്ഥകൾ പാലിക്കണം. അതിലേറ്റവും പ്രധാനം പൂർണ്ണവും സത്യസന്ധവുമായ വെളിപ്പെടുത്തൽ. അതെ, അതിൽ വിജയിച്ചാൽ പ്രോസിക്യൂഷനിൽ നിന്നും വലിയ പിഴകളിൽ നിന്നുമൊക്കെയുള്ള ഇമ്മ്യൂണിറ്റി എന്ന വലിയ ആനുകൂല്യം കിട്ടാം. കേസ് വേഗത്തിൽ തീർപ്പാക്കാം. ശരിയാണ്. പക്ഷേ ആ സത്യസന്ധതയിലൊരു ചെറിയ വീഴ്ച പറ്റിയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാം. കിട്ടിയ അവസരം നഷ്ടപ്പെടും. ഒരുപക്ഷെ കൂടുതൽ കർശനമായ നടപടികളും നേരിടേണ്ടി വരും. അതൊരു വാള് പോലെയാണല്ലേ, ഇരുതല മൂർച്ചയുള്ള വാള്. അതെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് നിയമലംഘനം നടത്തിയവർക്ക്, പ്രത്യേകിച്ച് അവിചാരിതമായോ അല്ലാതെയോ പിഴവുകൾ പറ്റിപ്പോയവർക്ക് ഒരു തിരുത്താനും മുന്നോട്ടു പോകാനുമുള്ള ഒരു അവസരമാണ്. അതേസമയം മനഃപൂർവ്വം വലിയ തട്ടിപ്പുകൾ നടത്തുന്നവരെ അങ്ങനെയൊന്ന് രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കാനുള്ള ഒരു സേഫ് ഗാർഡ് കൂടിയാണ് ഈ പൂർണ്ണവും സത്യസന്ധവും എന്ന വ്യവസ്ഥ. ശരിയാണ്. അപ്പോ അപേക്ഷകർ ഈ റിസ്ക്കും ബെനഫിറ്റും ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഈ വഴി തിരഞ്ഞെടുക്കാൻ. ഈയൊരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ എന്റെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങൾക്കും തോന്നാം, നിയമം നടപ്പാക്കുന്നതിലെ ഒരു കർശന സ്വഭാവമുണ്ടല്ലോ. ഉണ്ട്. അതോടൊപ്പം മനുഷ്യ സഹജമായ തെറ്റുകൾ പറ്റാം. അവർക്കൊരു അവസരം കൊടുക്കണമെന്നൊരു മാനുഷിക പരിഗണനയുമുണ്ട്. ശരിയാണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ എവിടെയാണ്? ഈ സെറ്റിൽമെന്റ് കമ്മീഷൻ സംവിധാനം ആ ബാലൻസ് ശരിയായി കണ്ടെത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഒരു വശത്തേക്ക് കൂടുതൽ ചായുന്നുണ്ടോ? അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരുപക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽപ്പെട്ടാൽ ഈ സത്യസന്ധതയുടെ ചൂതാട്ടം ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ആ കിട്ടാൻ സാധ്യതയുള്ള ഇമ്മ്യൂണിറ്റി എന്ന നേട്ടം ഈ എടുക്കുന്ന റിസ്കിന് തക്ക മൂല്യമുള്ളതാണോ? ഓരോ കേസും വ്യത്യസ്തമായിരിക്കും. അതെ, ഇത് നിങ്ങൾക്ക് തുടർന്ന് ആലോചിക്കാനായി ഞങ്ങൾ വിടുന്നു. കസ്റ്റംസ് നിയമത്തിലെ ഈ സവിശേഷമായ അതേസമയം സങ്കീർണമായ ഒത്തുതീർപ്പ് വഴിയെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ഈ വിശദമായ സംഭാഷണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.